ചില ടങ് സ്ലിപ്പുകൾ വന്നതാണോ? ടങ് സ്ലിപ്പ് അല്ല, ചുമ്മാ നമ്മളിപ്പോൾ ചുമ്മാ ഇരുന്നൊക്കെ അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ പേഴ്സണൽ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ വ്യത്യാസമായിരിക്കും. അതെ. ഇതിപ്പോ ഞാൻ അതൊരു വലിയ മാറ്റർ, വലിയ ചർച്ചയൊന്നും ആയിരുന്നില്ല. ചുമ്മാതെ കുറേ സമയം കൊണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മണിക്കൂറോളം അവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയിലൂടെ വന്ന കാര്യം നിങ്ങൾ കാണുന്ന 1 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ 1 മിനിറ്റ്. അപ്പം വിവാദമാകുന്ന ഒരു പോയിന്റ് എപ്പോഴും പുറത്തേക്ക് വരത്തുള്ളൂ. അതിനു മുമ്പ് എന്തായിരുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നോ അതുവരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന മൂടെന്താണെന്നോ വൈബെന്താണെന്നോ ആരും നോക്കുന്ന പോലെ കാണാനും നിൽക്കുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ അഖിൽ അത്തരം ഒരു കാര്യം ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത് അഖിലിന്റെ മുണ്ടുവെക്കൽ കേസ് അത് യഥാർത്ഥത്തിൽ ചുമ്മാ പറഞ്ഞു വിടാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തു. പക്ഷെ അഖിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജുനൈസ് ജസ്റ്റ് അത് കാണിക്കുമ്പോൾ അഖിൽ അതിനകത്ത് ബഹളം ഉണ്ടായി. ഞാൻ വിടുവോ? അല്ല, അവിടെ പ്രശ്നം എന്ന് പറയുന്നത് അത് പിള്ളേർ കളിയായി പോയില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ അതെ, അത് ശരിക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവനും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സാധനമായി. അഖിൽ വലിയ ബടാബടിയനായിട്ട് റിയാസ് ആയിരുന്നു ആ വിഷയം. നമ്മുടെ കഴിഞ്ഞ സീസണിൽ റിയാസ് ആയിരുന്നു വിഷയം എടുത്തിട്ടത്. അപ്പം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ റിയാസിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അഖിൽമാരുടെ ഉദ്ദേശം സെക്ഷൽ അല്ല, അഖിൽമാരുടെ ഒരു ഇന്റൻഷൻ മറ്റു രീതിയിൽ നെഗറ്റീവ്സ് അല്ലായിരുന്നു. അയാളുടെ ഒരു ആക്ട് തമാശ രൂപേണ കാണിച്ചു. ഇതല്ലേ ഞാൻ കോടതിയിൽ നിന്നൊന്നും പറയുന്നത്. ആക്ട് തെറ്റാണ്, അങ്ങനെ അത് ആ പ്രവൃത്തി തമാശ രൂപേണയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ചൊരു ആക്ട് തെറ്റാണ്. അപ്പം ജുനൈസും തമാശ ഇത് ഞാൻ കണ്ടില്ല. റിനീഷ അവിടെ നിന്ന് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പം പിറ്റേന്ന് മോർണിംഗ് ടാസ്ക് നന്ദലാല എന്ന് പറഞ്ഞോണ്ട് എന്നെ അവിടെ കിടന്ന് ആറാടി സാധാ സമയം ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഒരു ടാസ്ക് വന്നപ്പോഴത്തേക്ക് എന്തോ ആക്ട് ചെയ്യാൻ വന്നൊരു ടാസ്ക് വന്നു. അച്ഛൻ അച്ഛൻ അങ്ങനെയൊക്കെ കുറെ ആക്ട്. അതിനകത്തും പോയി എന്നിട്ട് സെറീനെ പുള്ളിക്കാരൻ അപ്പുറത്ത് അഖിൽമാരാണെന്നൊരു സംവിധാനമുണ്ട്, അങ്ങോട്ട് നോക്കണ്ട പുള്ളി മുണ്ടുവൊക്കെ കാണിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ ഇയാള് തന്നെ ആഘോഷമാക്കിയേക്കുവാ. അത്ര ആഘോഷിക്കുന്ന ഒരുത്തം പിന്നെ പോയി ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിക്കെതിരെ അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ദൈവം അവർക്ക് അതേ കണക്ക് പഠിക്കും. ഫസ്റ്റ് അമ്മൂമ്മയുടെ തേങ്ങാക്കൊലാന്ന് ഞാൻ വിളിച്ചെന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം റിനീഷയുടെ വിഷയം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചേക്കുന്നു അഞ്ചു. ആ മിണ്ടിയിട്ടില്ല. ഞാൻ തെറി വിളിച്ചെന്ന് പറഞ്ഞു. ഒരു അബദ്ധം പറ്റിയിട്ടാന്ന് ഇപ്പോൾ ഒന്ന് ആലോചിച്ചു. സെറീനയുടെ വായിരുന്നേ പോടം ഒക്കെ ഉൾട്ടടിച്ച് ഉച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പണി ഇങ്ങോട്ട് ഞാനിങ്ങനെ തമാശക്ക് പറയും കേട്ടോ. അവിടുന്ന് എന്നെ അമ്പി ഞാൻ ഇവിടുന്ന് ഒരു മറ്റേ ഇതെടുത്ത് വെച്ചിട്ട് അത് അടിച്ച് അങ്ങോട്ട് പോകും. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നമുക്കിത് അവസാനിപ്പിക്കാം. ഈ സീസണിൽ കുറേ കാര്യങ്ങൾ ഇതേപോലെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് അനുഭവപ്പെട്ട അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഗതി, ഇല്ലെങ്കിൽ അഖിലിനെ അങ്ങനെ ഭരിക്കുന്നു എന്ന് തോന്നിയ ഒരു സംഗതി അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? ആകെ ഒരു വിഷയം വന്നത് ഒമർ വന്നിട്ട് ഇവനെ അഖിലിനെ അടിച്ചിട്ട് പോവും എന്നിങ്ങനെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടെ പുറത്ത് വെച്ച് വെറുതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യും, ചിലപ്പോൾ അത് മോശം രീതിയിലൊക്കെ ആകാം. ഇത് ഒരു 3-4 പ്രാവശ്യം ഞാൻ കേട്ടിട്ട് ഞാൻ എന്താ മിണ്ടാതിരുന്നത്. ഒമർ തമാശ രൂപേണ ആവാൻ പറയുന്നത്, പക്ഷെ അത് റിപ്പീറ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. രാത്രി കിടക്കുമ്പോൾ ഉണ്ടല്ലോ കഥകളെല്ലാം കൂടെ എന്നോട് ഇരുന്നിട്ട് ഇത് പുല്ല് കിടന്നിട്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല.